3.0 TFSI എഞ്ചിൻ ഓഡിൻ്റെ എഞ്ചിനാണ്. 3-5 മോഡലുകളിൽ 3 ലിറ്റർ എഞ്ചിൻ TFSI എഞ്ചിൻ ഓടി ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഓടി Q7 എഞ്ചിനാണിത്. അപ്പോൾ ഇതിൻ്റെ ടൈമിംഗ് ആണിത്. അപ്പോൾ ഇതിൻ്റെ ടൈമിംഗ് വരുന്നത് എഞ്ചിൻ്റെ ബാക്ക് സൈഡിലാണ്, ഫ്ലൈ വീലിൻ്റെ സൈഡിൽ. ഇത് ആദ്യമായിട്ട് ഇങ്ങനെ കാണുമ്പം ഇത് വലിയ സംഭവമെന്ന് നമുക്ക് തോന്നും. പക്ഷേ അത്രയ്ക്ക് വലിയ സംഭവമൊന്നുമല്ല. നമുക്ക് സിമ്പിളായിട്ട് ഇതിൻ്റെ ടൈമിംഗ് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ടൈമിംഗ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് സ്പെഷ്യൽ ടൂൾസ് ഉണ്ട്. ഇതുണ്ടെങ്കിൽ കാര്യം കുറച്ചുകൂടി എളുപ്പമാവും. ക്രാങ്ക് ഷാഫ്റ്റ് സ്പ്രോക്കറ്റിൻ്റെ മുകളിൽ മാർക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ക്രാങ്ക് ഷാഫ്റ്റ് ലോക്കാക്കിയിട്ടാണ് ടൈമിംഗ് സെറ്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് എഞ്ചിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു മൗണ്ടിങ് ഫിറ്റ് ചെയ്യുന്ന ഏരിയ, മൗണ്ടിങ്ങും അതിൻ്റെ സപ്പോർട്ടിങ് ക്ലാമ്പും എല്ലാം അഴിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ബോൾട്ട് ഉണ്ടാവും. ഈ ഒരു ബോൾട്ട് ഇത് അഴിച്ചു കഴിഞ്ഞിട്ട് ക്രാങ്ക് ഷാഫ്റ്റ് തിരിച്ച് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ആ ഹോള് കറക്റ്റായിട്ട്, അതായത് ക്രാങ്ക് വെയിറ്റിൻ്റെ മുകളിലൊരു ഹോളുണ്ടാവും, ആ ഹോള് കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ അവിടെ വെച്ച് സെറ്റ് ചെയ്യുക. സ്പെഷ്യൽ ടൂളിനകത്ത് ഇത് ക്രാങ്ക് ഷാഫ്റ്റ് ലോക്ക് ചെയ്യാൻ വേണ്ടിയുള്ളത് ഇങ്ങനത്തെ ഒരു ടൂളുണ്ട്. അത് നമ്മൾ അങ്ങോട്ട് തിരിച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് ക്രാങ്ക് ഷാഫ്റ്റ് ലോക്കാക്കണം. ഇത് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് ബാലൻസർ ഷാഫ്റ്റിൻ്റെ ടൈമിംഗ് ആണ്. അതുണ്ടല്ലോ, ഈ ഒരു ഹോള് ഉള്ളിലത്തെ ഹോളുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്ന രീതിയിൽ അതും അവിടെ വെച്ചിട്ട് ഇതേപോലെ ആ ഒരു സ്പെഷ്യൽ ടൂളിനകത്ത് തന്നെയുണ്ട് ആ ലോക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബോൾട്ട് വെച്ചിട്ട് അതും ലോക്ക് ചെയ്യുന്നു. അടുത്ത സ്റ്റെപ്പ് കെയിം ഷാഫ്റ്റ് ലോക്ക് ചെയ്യുക എന്നുള്ളതാണ്. കെയിം ഷാഫ്റ്റ് ലോക്ക് ചെയ്യാൻ എളുപ്പമാണ്. ഈ ഒരു ടൂൾ വെച്ചിട്ട് അതിൻ്റെ ബോൾട്ടും വെച്ച് നമുക്ക് കെയിം ഷാഫ്റ്റ് ടൈറ്റ് ചെയ്ത് നിർത്താൻ പറ്റും. ഒരു സൈഡിൽ കൂടി ആ ഒരു ബോൾട്ട് കയറുള്ളൂ. അതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റ് സൈഡായി പോയോ എന്നുള്ള ഡൗട്ടോ കാര്യങ്ങളൊന്നും വരില്ല. ആ ഒരു സൈഡിലോട്ട് മാത്രമേ ഈ ഒരു ബോൾട്ട് കയറി നിന്ന് ടൈറ്റ് ആവുള്ളൂ. രണ്ട് സൈഡിലും അങ്ങനെ തന്നെയാണ് നമ്മൾ ടൈറ്റ് ചെയ്യുന്നത്. ടൂൾ വെച്ചിട്ട് രണ്ട് സൈഡിലെയും കെയിം ഷാഫ്റ്റ് ടൈറ്റ് ചെയ്ത് ലോക്ക് ചെയ്ത് നിർത്തും. ഇതാണ് ഇതിൻ്റെ ലോക്കിംഗ് പൊസിഷൻ. ഇനിയാണ് അടുത്ത ഇത്. കാരണം നമ്മൾ ടൈമിംഗ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അഴിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ടെൻഷൻ്റെ കാര്യങ്ങളൊക്കെ മാറണം എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന കെയിം ഷാഫ്റ്റിൻ്റെ സ്പ്രോക്കറ്റൊക്കെ നമുക്ക് അഴിച്ച് മാറ്റണം. സ്പ്രോക്കറ്റൊക്കെ അഴിച്ച് മാറ്റി ടെൻഷനറും ടൈമിംഗ് ചെയിനും ഒക്കെ മാറിയതിന് ശേഷം നമ്മൾ തിരിച്ച് ഫിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സ്പ്രോക്കറ്റിൻ്റെ മുകളിൽ, കാരണം ഇത് ഇല്ലറ്റിൻ്റെ ഗെയിമാണ്, ഇല്ലറ്റിൻ്റെ ഗെയിമിൻ്റെ സ്പ്രോക്കറ്റിൻ്റെ മുകളിൽ ഇത് ഉണ്ടല്ലോ, ഈ ഒരു മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മാർക്ക് ഇതിൻ്റെ പുറകിലുള്ള കവറിൽ ഇതേപോലെ ഒരു കട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ നടുക്കായിട്ട് വരുന്ന രീതിയിൽ വേണം സ്പ്രോക്കറ്റ് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി എക്സോസിൻ്റെ കാര്യമാണെങ്കിൽ പോലും അവിടെയും കൊടുത്തിട്ടുണ്ട്. ചിലതിലൊരു ഡോട്ട് മാർക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ ഇതേപോലെ പ്ലസ് സിമ്പിൾ ഉണ്ടാവും. ആ ഒരു സിമ്പിളും ഇതുണ്ടല്ലോ, ഈ ഒരു ആ ഒരു കട്ട് മാർക്കിൻ്റെ നടുക്കായിട്ട് വേണം ആ ഒരു സ്പ്രോക്കറ്റ് വെച്ചിട്ട് അത് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ടൈമിങ്ങിൻ്റെ മാർക്കുകളും ലോക്ക് ചെയ്യുന്ന പൊസിഷനും ഒക്കെ. ഓയിൽ പമ്പിന് ടൈമിംഗ് മാർക്കുകളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അതുകൊണ്ട് ഇന്നിപ്പം ഇതെല്ലാം അഴിച്ച് ഗൈഡും കാര്യങ്ങളൊക്കെ അഴിച്ച് ടൈമിംഗ് ചെയിൻ മാറാനാണെങ്കിലും ഒക്കെ വളരെ എളുപ്പമാണ്. ഇതേപോലെ ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. സിമ്പിൾ പരിപാടിയാണ്. ലോക്കിംഗ് ടൂളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാൻ വേണ്ടി പറ്റും.